വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും മുന്നണികളെ സംബന്ധിച്ചും വളരെയധികം നിർണായകമാണ്. ഏത് വിധേനയും പരമാവധി മണ്ഡലങ്ങളിൽ വിജയിക്കുവാനുള്ള ഇടപെടലുകളാണ് ഓരോ പാർട്ടികളും നടത്തിവരുന്നത്. ഏറെക്കാലമായി അധികാരത്തിന് പുറത്തു നിൽക്കുന്ന UDFനെ സംബന്ധിച്ച് എങ്ങനെയും ഭരണത്തിൽ തിരികെ എത്തുക എന്നത് അതിജീവനത്തിന്റെ കാര്യമാണ്. ഇടതുമുന്നണിയെ സംബന്ധിച്ച് അധികാരത്തിൽ തുടരുക എന്നതും ഏറെ അത്യാവശ്യമാണ്. ഇന്ത്യയിൽ CPM നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിക്ക് അധികാരമുള്ള ഏക സംസ്ഥാനം കേരളം മാത്രമാണ്. ആ കേരളത്തിൽ കൂടി അധികാരം നഷ്ടപ്പെട്ടാൽ യാതൊരു പ്രസക്തിയുമില്ലാത്ത പാർട്ടിയായി CPM മാറും. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഭരണം തുടരുക എന്നത് നിലവിലെ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വളരെയധികം നിർണായകമാണ്. CPMനും കോൺഗ്രസിനും കേരളം പിടിക്കേണ്ടതിന്റെ ലക്ഷ്യങ്ങളിൽ മറ്റു ചില കാരണങ്ങളുമുണ്ട്. കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട നേതാവ് മലയാളി കൂടിയായ KC വേണുഗോപാലാണ്. നിലവിൽ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് KC. CPMലേക്ക് വന്നാൽ പാർട്ടിയുടെ പുതിയ ജനറൽ സെക്രട്ടറി MA ബേബിയും മലയാളിയാണ്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ KC വേണുഗോപാലിനും MA ബേബിക്കും തങ്ങളുടെ പാർട്ടികൾ സംസ്ഥാനം പിടിക്കേണ്ടത് അത്യന്തം അനിവാര്യമാണ്. BJPക്കും കേരളത്തിൽ പലതരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ട്. പുതിയ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലേക്ക് വന്നത് തന്നെ സംസ്ഥാനം പിടിക്കുക എന്ന ലക്ഷ്യവുമായാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന് സാധിച്ചില്ലെങ്കിലും തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അതിന് കഴിയുമെന്നാണ് BJPയുടെ വിശ്വാസം. 2026 ലക്ഷ്യങ്ങളില്ലെങ്കിലും തൊട്ടടുത്ത തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് പാർട്ടിയെ സജ്ജമാക്കുവാൻ കഴിയുന്നതെല്ലാം BJPയും ചെയ്യും. മൂന്ന് മുന്നണികളും മറ്റു ചില സമവാക്യങ്ങളും എല്ലാം വളരെ ശക്തമായി 2026 തെരഞ്ഞെടുപ്പിൽ രംഗത്ത് വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പരസ്പരം ഏറ്റുമുട്ടിയും പോരാടിയും കേരള നിയമസഭയുടെ അധികാരം പിടിക്കുവാൻ കഴിയുന്നതെല്ലാം ചെയ്യുവാൻ ഒരുങ്ങുകയാണ് പാർട്ടികൾ. കേവലം മാസങ്ങൾ മാത്രം അവശേഷിക്കെ പാർട്ടിയെ അധികാരത്തിലെത്തിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് ഓരോ പാർട്ടികളും. നിലവിൽ എല്ലാ പാർട്ടികൾക്കും അതിനുവേണ്ടി വാർ റൂം സംവിധാനങ്ങളും റിസർച്ച് സംവിധാനങ്ങളും ഒക്കെ ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി മുതൽ കേരളം കാണുവാൻ പോകുന്നത് ശരിക്കുമുള്ള പോരാട്ടത്തിന്റെ നാളുകളാണ്. പരമാവധി ജനസ്വാധീനമുള്ള ജനകീയ നേതാക്കളെ തന്നെ സ്ഥാനാർത്ഥികളാക്കുവാനാണ് പാർട്ടികൾ ഉദ്ദേശിക്കുന്നത്. സ്ഥാനാർത്ഥി മോശമായതുകൊണ്ട് തന്നെ അധികാരം നഷ്ടപ്പെടരുത് എന്ന വാശിയും UDFനും LDFനും ഉണ്ട്. സ്ഥിരം സ്ഥാനാർത്ഥികളായി കുപ്പായം തയ്പ്പിച്ചിരിക്കുന്നവരെ മത്സരിപ്പിക്കേണ്ട എന്ന നിലപാടിലാണ് പാർട്ടികൾ. അത്തരത്തിൽ മത്സരിക്കുവാൻ കുപ്പായം തയ്ച്ച് പണിയെടുക്കാതെ ഇരിക്കുന്നവർ അധികവുമുള്ളത് UDFിലാണ്, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ. അങ്ങനെയുള്ള പണിയെടുക്കാതെ സ്ഥാനാർത്ഥികളായി വരാൻ ശ്രമിക്കുന്നവർക്ക് ഈ തവണ നോ എൻട്രി കിട്ടാനാണ് സാധ്യത. എണ്ണം തികയ്ക്കാനോ ആളെ കാണിക്കാനോ മത്സരിക്കുവാനല്ല, മറിച്ച് അധികാരം പിടിക്കുവാൻ വേണ്ടിയുള്ള മത്സരമായിട്ടാണ് കോൺഗ്രസ് വരുന്ന തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിരം താപ്പാനകൾ വഴിമാറും. പല മണ്ഡലങ്ങളിലും പുതിയ മുഖങ്ങൾ സ്ഥാനാർത്ഥികളായി വന്നേക്കാം. അടിയുറച്ച രാഷ്ട്രീയത്തിന് പുറമെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിന്ന് പോലും ആരും പ്രതീക്ഷിക്കാത്ത സ്ഥാനാർത്ഥികൾ പാർട്ടികൾക്കും മുന്നണികൾക്കും ഉണ്ടായേക്കാം. ഇപ്പോൾ തന്നെ അത്തരത്തിലുള്ള പല പേരുകളും ഉയർന്നു കേൾക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണ നിലയിൽ ഇടതുപക്ഷം മാത്രമാണ് സാംസ്കാരിക രംഗത്തെ ആളുകളെ സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നതെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDFും BJPയും അത്തരം സാംസ്കാരിക പ്രവർത്തകരെ സ്ഥാനാർത്ഥികളാക്കിയാൽ അത്ഭുതപ്പെടാനില്ല. സർവ്വ മേഖലകളിൽ നിന്നും സ്ഥാനാർത്ഥികൾ ഉയർന്നു വരാൻ ഇടയുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് രൂപപ്പെടുത്തിയവർ പോലും സ്ഥാനാർത്ഥികളായി വന്നാൽ അത്ഭുതപ്പെടാനില്ല. നിയമസഭയ്ക്ക് പുറമെ മറ്റു സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവർ നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലോക്സഭാ MPമാരിൽ ജനപ്രീതിയുള്ളവർ നിയമസഭയിലേക്ക് മത്സരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. UDF കൺവീനർ അടൂർ പ്രകാശ് തന്നെ അത്തരമൊരു സൂചന കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രകടിപ്പിച്ചിരുന്നു. അടൂർ പ്രകാശ് MP നിലവിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ MP ആണ്. പത്തനംതിട്ട ജില്ലയിലെ കോന്നി നിയോജക മണ്ഡലത്തിലെ മുൻ MLA ആയിരുന്നു. കോന്നി പോലെ ഒരു മണ്ഡലത്തിൽ അടൂർ പ്രകാശ് വീണ്ടും മത്സരിക്കുവാൻ എത്തിയാൽ ആ സീറ്റ് ഉറപ്പായും UDFന് ലഭിക്കും. അത്തരം സാഹചര്യങ്ങൾ പല മണ്ഡലങ്ങളിലും പരിഗണിക്കുവാനാണ് UDF ആലോചിക്കുന്നത്. MPമാരായ ഹൈബി ഈഡൻ, ഷാഫി പറമ്പിൽ, രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങി പല MPമാരും നിയമസഭയിലേക്ക് വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിച്ചേക്കാം. ജനപ്രിയ MPമാരെ ഏതെങ്കിലും മണ്ഡലത്തിൽ MLAമാരാക്കി മത്സരിപ്പിച്ചാൽ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലും തൊട്ടടുത്ത മണ്ഡലങ്ങളിലും വലിയ നേട്ടമുണ്ടാക്കുവാൻ കഴിയുമെന്ന് UDF കണക്കുകൂട്ടുന്നു. പക്ഷേ MPമാരെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കണമെങ്കിൽ കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ സമ്മതം അനിവാര്യമാണ്. കോൺഗ്രസ് ഏഷ്യൻ നേതൃത്വം സഭയ്ക്കുള്ളിൽ പുലിക്കുട്ടികളെ നിയമസഭയിലേക്ക് വിടുവാൻ സമ്മതിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്.